വീണ്ടും ചർച്ചയിലേക്ക് ശ്രീമതി പാർവതി, എന്തായാലും അന്വേഷണം അതിൻ്റെ പുരോഗതിയിലേക്ക് നീങ്ങുകയാണ്. പക്ഷേ ഇത് അടിസ്ഥാനപരമായി ഏറ്റവും ആദ്യം വേണ്ട കാര്യം ആ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്ഥാനചലനം ഉണ്ടാവുക എന്നത് തന്നെയാണ്. ഈ വിഷയം അവതരിപ്പിച്ചവർ എന്ന നിലയ്ക്ക്, ഈ ഇരയെ വെളിച്ചത്ത് കൊണ്ടുവന്നവർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും പറയാനുള്ളത് പ്രധാനപ്പെട്ട കാര്യം അതാണ്. അത് സംഭവിച്ചില്ലെങ്കിൽ അതെ, അല്ലെങ്കിൽ ആ സ്ഥാനചലനം എന്നുള്ളതല്ല, ട്രാൻസ്ഫർ അല്ല, സ്ഥാനചലനമല്ല. അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്താൽ പോലും പോരാ, അദ്ദേഹത്തിനെ അവിടെ നിന്ന് നീക്കം ചെയ്യണം. നമ്മളുടെ കരം കൊടുത്ത പണം കൊണ്ട്, കേരളത്തിൻ്റെ ആൾക്കാർ കരം കൊടുക്കുന്ന പണം കൊണ്ട് ശമ്പളം വാങ്ങിക്കാൻ അദ്ദേഹത്തിന് യോഗ്യനാണോ? ഒരുപക്ഷെ ഇത് പറയുമ്പോൾ ഇത് പോലീസുകാരൊക്കെ എല്ലാം ചോദിക്കുന്ന ഭാഷയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് പോലീസുകാർക്ക് ഇനിയും അത് ചെയ്യാനുള്ള ലൈസൻസ് ആവും. ഇത്രയും വലിയ പ്രമാദമായ ഒരു കേസായതിനു ശേഷം പിന്നെ അദ്ദേഹത്തെ തുടരാൻ സമ്മതിച്ചാൽ മാതൃകാപരമായ ശിക്ഷ നൽകണം. ഗൗരവമായ വിഷയമാണ്, ഒരു കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള കാര്യമല്ല. ഒരു സ്ത്രീക്ക് സ്വാതന്ത്ര്യത്തോടെ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറയാൻ പറ്റണം. അവരുടെ ജീവിതത്തിൽ 2 ഭർത്താക്കന്മാരുണ്ടായിരുന്നോ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നോ ഇങ്ങനെ ഉണ്ടായിരുന്നോ എന്ന് ആലോചിക്കാതെ അവരുടെ നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ, പലിശയ്ക്ക് പടയം കൊടുത്തതിൻ്റെ പേരിലാകട്ടെ ഏതിൻ്റെ പേരിലാണെങ്കിലും വീട്ടിൽ കയറിയിരുന്ന് മദ്യപിക്കുകയും സ്ത്രീകളെ കൈവയ്ക്കുകയും ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ എനിക്ക് രക്ഷ വേണമെന്ന് പറഞ്ഞ് ഓടിക്കയറാൻ പോലീസ് സ്റ്റേഷനുകൾ അവൈലബിൾ ആകണം. നമുക്ക് നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രൊട്ടക്ഷനും നമുക്ക് വേണം. കാരണം ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള സംരക്ഷണം സ്ത്രീകൾക്ക് ഉറപ്പാക്കാൻ ഇവിടുത്തെ സർക്കാർ തയ്യാറാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്രയും മ്ലേച്ഛമായ ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് ഇത്രയും ജനം കേൾക്കെ പറഞ്ഞ് ലോകം മുഴുവൻ ഉറക്കെ വിളിച്ചു പറയുന്നതും ഈ ചോദ്യങ്ങളും മാത്രമല്ല, എല്ലാ തരം നിയമ നടപടികളെയും വളച്ചൊടിച്ചുകൊണ്ട് 164 വരെ ഇൻവോക്ക് ചെയ്ത് മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി. മജിസ്ട്രേറ്റിൻ്റെ കാര്യത്തിലും കൂടെ എനിക്കൊരു ചെറിയ കാര്യം പറയാനുണ്ട്. 164 പിന്നെ ഇൻവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ട്രയൽ കോർട്ടിൽ അയക്കണം. FIR ഉൾപ്പെടെ എല്ലാ രേഖകളും ഉൾപ്പെടെ ഈ 164ൻ്റെ രേഖ ഉൾപ്പെടെ ഇത് ട്രയൽ കോർട്ടിൽ എത്തിച്ച് അവിടെ നിന്നും 462 എടുത്താൽ മാത്രമേ ഈ കേസ് അവസാനിക്കുകയുള്ളൂ. അത് അവർ ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ അന്വേഷിക്കണമെന്ന് നമ്മുടെ മാധ്യമപ്രവർത്തകരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ കേസ് തീരുള്ളൂ. മജിസ്ട്രേറ്റ് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഈ കേസ് തീർന്നിട്ടില്ല. മജിസ്ട്രേറ്റ് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെയും കൂടി ഇതിനകത്തുള്ള കണക്ഷൻ നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കും. തീർച്ചയായും. എങ്ങനെയാണ് ഒരു കേസ് അട്ടിമറിക്കപ്പെടുന്നത്, എങ്ങനെയാണ് ഒരു ഇര വീണ്ടും വീണ്ടും പീഡിപ്പിക്കപ്പെടുന്നത് എന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഈ കേസിലൂടെ. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ CN മോഹനൻ, ശ്രീ NM പിയേഴ്സൺ, ശ്രീമതി പാർവതി, ശ്രീ പന്തളം സുധാകരൻ. ഇനി